CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ ഇനി ടീം VDS നയിക്കും. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ് മന്ത്രിസഭയിലെ 21 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ജനപ്രിയ തുടക്കത്തിന് VDS സർക്കാർ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. ആശമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ. UDF മന്ത്രിസഭ അധികാരമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നാടെങ്ങും പ്രകടനങ്ങളും മധുരവിതരണവും നടന്നു. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനായി മെയ് 25 മുതൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനാകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിലവിൽ 3,61,044 സീറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ VHSE സ്കൂളുകളിൽ 33,000 സീറ്റുകളും പോളിടെക്നിക് ITI സ്ഥാപനങ്ങളിലായി 30,545 സീറ്റുകളും ലഭ്യമാണ്. കേരളത്തിൽ ബലിപെരുന്നാൾ മെയ് 28-ന്. ഞായറാഴ്ച സംസ്ഥാനത്തെവിടെയും ദുൽഹജ്ജ് മാസ പിറവി കണ്ടതായി വിശ്വസനീയ വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ മെയ് 18 തിങ്കളാഴ്ച ദുൽഖഅദ 30 പൂർത്തിയാക്കി മെയ് 19 ചൊവ്വാഴ്ച ദുൽഹിജ്ജ 1-ാം തീയതിയായിരിക്കുമെന്ന് ഖാളിമാർ അറിയിച്ചു. കുന്നംകുളം ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുടെ സഹകരണത്തോടെ പ്രഥമ ശുശ്രൂഷയും അടിയന്തര ജീവൻ രക്ഷാമാർഗങ്ങളും സംബന്ധിച്ച പരിശീലനം സംഘടിപ്പിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന മാർ ബസേലിയോസ് സ്കൂളിലെ പ്രധാനാധ്യാപകനെയും അധ്യാപകരെയും ഇടവകയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. രാമരാമ പാഹിമാം കേരളത്തിന്റെ ഹൃദയനാദം എന്ന സന്ദേശവുമായി ഗുരുവായൂരിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന രാമഭക്ത സംഗമം സമാപിച്ചു. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ 2022 മുതൽ 2026 വരെ സേവനമനുഷ്ഠിച്ച വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സഹവികാരിമാരായ ഫാദർ K ജോസഫ് ജോസ്, ഫാദർ ഗീവർഗീസ് K വിൽസൺ എന്നിവർക്കുള്ള യാത്രയയപ്പും പുതിയ വികാരിയായി നിയമിതനായ ഫാദർ മാത്യൂസ് K ബർസോമയ്ക്കുള്ള സ്വീകരണവും നടന്നു. കാട്ടാകമ്പാൽ പഞ്ചായത്തിൽ പുതിയ അധ്യയന വർഷാരംഭത്തിന് മുമ്പ് ശുചിത്വമേകും സുന്ദരകലാലയം 2026 എന്ന പേരിൽ ശുചീകരണ യജ്ഞം നടത്തുമെന്ന് പ്രസിഡന്റ് K ജയശങ്കർ അറിയിച്ചു. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊതുയോഗം നടത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് പ്രവർത്തന റിപ്പോർട്ടും പാസാക്കി. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ക്യാമ്പ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.